കർത്താവിന്റെ അതിപരിശമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത്, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. പ്രയോഗിച്ചോ, ദൈവം നമുക്കെല്ലാം ഇരട്ടിയായി നൽകുന്നവനാണ്. പ്രയോഗിച്ചോ, ഈ ദൈവവചനത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തോടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ മശിഹായുടെ രാജകീയ പ്രവേശനത്തെക്കുറിച്ചാണ് പ്രവാചകൻ സക്രിയാവിന്റെ പുസ്തകത്തിൽ 9:9 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അല്ലേലിയ. 9-ാം വാക്യം വായിക്കുമ്പോൾ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് പ്രവാചകൻ പറയുന്ന ഈ സന്ദേശം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കേണ്ടുന്ന ഒരു പ്രധാന സംഭവത്തെയാണ് പ്രവാചകൻ ഇവിടെ വിവരിക്കുന്നത്. മശിഹായുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ശത്രുക്കളെ നശിപ്പിച്ച ശേഷം അവന്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് നീതിയും സമാധാനം സ്ഥാപിക്കപ്പെടുന്ന മഹത്വമാർന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിനു വേണ്ടി ഇസ്രായേലിൽ നിന്നും നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്റെ ചരിത്രഭാഗം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയിൽ തന്റെ രാജകീയ പ്രവേശം, യെരൂശലേമിലെ പ്രവേശം നമുക്കറിയാം. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന രാജാവായ കർത്താവ് സൗമ്യതയോടെ പ്രവാചകൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ വിജയശ്രീലാളിതനായ ഒരു യോദ്ധമായിരിക്കും മശിഹ എന്നാണ് ജനം ചിന്തിക്കേണ്ടത്. ജനം സ്വാഭാവികമായും അല്ലേലൂയ ചിന്തിക്കുകയും ചെയ്യേണ്ടത്. അല്ലേലൂയ. അപ്പം പക്ഷേ സക്രിയാവ് അവനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്, ഈ രാജാവ് പടക്കുതിരയുടെ പുറത്തല്ല വരുന്നത്. സക്രിയാവ് പറയുന്നത്, ലോകത്തിലുള്ള രാജാക്കന്മാർ പടക്കുതിരയുടെ പുറത്ത് ആയുധമേന്തി വരുമ്പോൾ നമ്മുടെ രാജാവ് വരുന്ന പടക്കുതിരയുടെ പുറത്തല്ല. ഹല്ലേലൂയ. അവൻ വരുന്നത് കഴുതക്കുട്ടിയുടെ പുറത്തായിരിക്കും എഴുന്നള്ളുക. അവന്റെ സ്വഭാവ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. നീതിമാനും ജയശാലി താഴ്മയുള്ളവനുമായ രാജാവ്. അവന്റെ സ്വഭാവത്തിലോ അവന്റെ ഭരണത്തിലോ അനീതിയുടെ യാതൊരു കളങ്കവും കാണുകയില്ല. അവൻ താഴ്മയുള്ളവനാണെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തെക്കുറിച്ച് പ്രവാചകൻ രേഖപ്പെടുത്തുമ്പോൾ, വരാൻ പോകുന്ന കാലഘട്ടത്തിലും അല്ലേലൂയ യേശുവും വിശുദ്ധന്മാരുമായി ലോകത്തെ 1000 ആണ്ട് വാഴ്ചയിൽ വാഴുമ്പോഴും യേശു നീതിമാനും ജയശാലിയും വിജയശ്രീലാളിതനുമായി താഴ്മയുള്ളവനായി നമ്മുടെ കർത്താവ് രാജ്യത്തെ ഭരിക്കും. അന്നിവിടെ അഴിമതിയോ കളങ്കമോ കരിഞ്ചന്തയോ പുകഴ്ത്തിയോ പിടിച്ചുപറിയോ മോഷണമോ ഇന്നത്തെ നടക്കുന്ന യാതൊരുവിധ അസന്മാർഗീയത ഉണ്ടാകുകയില്ല എന്ന് പ്രവാചക ശബ്ദത്തിലോ കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ആ ഭാഗം പറഞ്ഞു നിർത്തിയിട്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, ദൈവം നമുക്ക് ഇരട്ടി പകരം നൽകും. പ്രൈസ്. ദൈവം നമുക്കെല്ലാത്തിനും ഇരട്ടി പകരം നൽകുന്നവനാണ്. പ്രൈസ്. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 15-ാമത്തെ വാക്യമായി, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പം പറഞ്ഞു തീരാത്ത ദാനം, ദൈവം തന്ന ദാനങ്ങൾ എത്രമാത്രം പറഞ്ഞാലും തീരത്തില്ല. പ്രൈസ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രായം നിങ്ങൾ ചിന്തിക്കുക എത്രയാണെന്ന്. അല്ലേ? ആ നിങ്ങളുടെ പ്രായത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. പ്രൈസ്. പറഞ്ഞു തീരാത്ത ദാനമാണ് ദൈവം നമുക്ക് തന്നത്. ഓരോ ദിവസവും നാം പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയും ഓരോ ദിവസവും നമ്മുടെ ഉപജീവന കാര്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയും നാം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തെടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന ബലവും ശക്തിയും ആരോഗ്യം തന്ന് നമുക്ക് വേണ്ടി ശ്വാസം തന്ന ജീവശ്വാസം നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്ന് നമ്മെ ശ്രേഷ്ഠമായി നടത്തുന്ന
ശാരീരിക, മാനസിക, ഭൗതിക മണ്ഡലങ്ങളിൽ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന, ശത്രു തൊടാതെ, ദുഷ്ടം തൊടാതെ അവന്റെ തീയമ്പുകൾ നമുക്കെതിരെ കടന്നു വരാതെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ പകരുന്നതോർത്താൽ നാം ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞു തീരാത്ത ദാനനിമിത്തം സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇരട്ടി പകരം നൽകുന്നതിനാ ദൈവം എല്ലാം ഇരട്ടിയായി നൽകും. ഹല്ലേലൂയ. അപ്പൊ ഇരട്ടി നൽകും എന്ന് കർത്താവ് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് ഇരട്ടി നൽകുമെന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം. ഇസ്രായേലിനോട് പറയാ, നിനക്ക് ഞാൻ ഇരട്ടി പകരം നൽകും. അപ്പൊ ഇസ്രായേലിന്റെ സന്തോഷം എത്ര വലുതാണ്. അപ്പൊ എന്നാൽ ഇരട്ടി നന്മ നൽകും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമുക്കെല്ലാം ഇരട്ടി നൽകി, ഇരട്ടി നന്മ, ഇരട്ടി അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് സന്തോഷിക്കണം. സംഗീതക്കാരൻ പറഞ്ഞ പോലെ ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുന്നതെന്ന് 34 സങ്കീർത്തനം വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന സംഗീതക്കാരൻ ഞാൻ യഹോവ എല്ലാ കാലത്തും എന്ന് പറഞ്ഞാൽ നന്മയുള്ളപ്പോഴും തിന്മയുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും കഷ്ടതയുള്ളപ്പോഴും രോഗത്തിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയങ്ങളിലും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ സംഗീതക്കാരൻ പറയാണ് ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, അതാണ് യഥാർത്ഥ ഒരു ഭക്തന്റെ തീരുമാനം കേട്ടോ. ഫ്രൈസറും ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അപ്പം ദാവീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദൈവം സകലത്തിൽ ഇരട്ടി പകരം കൊടുത്തു, ഇരട്ടി നന്മ കൊടുക്കുക, ഇരട്ടി പ്രതിഫലം കൊടുത്തപ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തോട് കാണിക്കുന്ന, ദൈവസേനയിൽ കർത്താവിനെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന നന്ദി സൂചകമായ വാക്കുകൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ഭക്തൻ പറയുന്നത്. നിങ്ങൾക്കതിന് കഴിയുമോ? പ്രേക്ഷകരോ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാമെന്നാ പറയുന്നത്. എപ്പം നിങ്ങൾക്ക് സമയം കിട്ടാനാ? എന്നോട് ഒരുപാട് പേര് പറയും കേട്ടോ, എൻ്റെ പാസ്റ്റർ സമയം കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ആരോട് പറയത്തില്ല, ഇന്നുവരെ പറഞ്ഞിട്ട് പറയത്തില്ല. സമയം കിട്ടുമ്പം പ്രാർത്ഥിക്കാമെന്നും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്നും ഒന്നും ഞാൻ പറയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയും. സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. എപ്പം സമയം കിട്ടാനാ? മനുഷ്യന്റെ തിരക്കൊഴിഞ്ഞിട്ട് ഇരിക്കാൻ സമയമുണ്ടെന്ന് ചോദിച്ചപോലെ മനുഷ്യന് തിരക്കോട് തിരക്കാം, പിന്നെ എപ്പം പ്രാർത്ഥിക്കാനാ? അപ്പൊ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സോടെ ഞാനത് ഏറ്റെടുക്കുമ്പോഴാണ്. ആ സമയം കിട്ടുമ്പോഴല്ല, ഓർത്ത് വരുമ്പോഴല്ല പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കും. പ്രൈസലോട്. അല്ലേരി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇരട്ടി നൽകണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ മകനായി മാറണം, ദൈവത്തിന്റെ മകളായി മാറണം. അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങൾക്ക് ദൈവം തരും. നാം പുത്രനായി കഴിയുമ്പോഴാണ് നമുക്ക് അവകാശം. അല്ലേരിയ. അതാ പുത്രനെങ്കിലോ അവകാശികളുമാകും നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഇന്നുവരെ നീ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാതെ ലോകപ്രകാരം ജീവിച്ച് ലോകത്തിന്റെ ജഡികമായ ജീവിതത്തിൽ ജഡിക ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ അന്ധകാര ശക്തികളെ പിന്നാലെ കൂടി രാഷ്ട്രീയക്കാരുടെ പുറകെ നിന്ന് കുടിപിടിച്ച് കല്ലെറിഞ്ഞ് പൊതുമുതൽ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അധികാരികളെ ചീത്ത വിളിച്ച് നിർമ്മാണ രംഗത്ത് ക്രമസമാധാന പാലകരെ അടിച്ചും തൊഴിച്ചും ചീത്ത പറഞ്ഞും വെല്ലുവിളിച്ച് നടക്കുന്ന നിന്റെ ജീവിതമുണ്ടല്ലോ. അല്ലേരി. തീവ്രവാദത്തിന് വേണ്ടി, ഭീകരവാദ വർഗീയതയ്ക്ക് വേണ്ടി, മത കലാപം ഉണ്ടാക്കാൻ വേണ്ടി, വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നീ നെട്ടോട്ടമുണ്ട്. ആ സാഹചര്യം ഉണ്ടല്ലോ, അതൊക്കെ നിർത്തിയിട്ട് നീ മടങ്ങി വരണം. അല്ലേലിയ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനും ഈഗ്ര പിടിക്കാനും ദൈവം നമ്മെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഈഗ്ല വിളിക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയും തീരുമാനം അവരുടെ അജണ്ട പാസ്സാക്കാൻ വേണ്ടി മറ്റൊരുത്തന്റെ രക്തം ചൊല്ലുവാനും ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. ഒരു ജാതിയും വിളിച്ചിട്ടില്ല. അല്ലേ? ദൈവം നിങ്ങളെ വിളിച്ചത് നിങ്ങൾ പുത്രനാകാൻ വേണ്ടിയിട്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുത്രനായി അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രനെ അവനെ നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇരട്ടി നന്മകൾ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾക്ക് ഭൂമി ജീവിതം തന്നത്. ദൈവം നിങ്ങളെ ഭൂമിയിൽ ജന്മം തന്നത് തന്നെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താ?
നിങ്ങൾ ചെയ്യുന്ന ക്രൂരമായ പ്രവൃത്തിയല്ലേ, നീചമായ പ്രവൃത്തിയല്ലേ, ഹീനമായ പ്രവൃത്തിയല്ലേ, അതിൽ നാം മടങ്ങി വരണം. അല്ലേ, രാവിലെ എഴുന്നേറ്റ് കിട്ടിയ പൈസ കൊണ്ട് കൾഷാപ്പിലേക്ക് കൂടുക, ബീവറേജിലേക്ക് കൂടുക, ബാറിലേക്ക് കൂടുക, ഇതൊക്കെയാണ് എപ്പോഴും പറയുന്നതാണ് എന്നും പറയുന്നത് ഓർക്കാൻ വേണ്ടിയിട്ടാ. അസന്മാർഗീയമായ ജീവിത സാഹചര്യത്തിലേക്ക് നടന്നു പോകുവാനല്ല. എന്നിട്ട് ഈ ഷാപ്പിലും ബാറിലും കൾഷാപ്പിലും കിടക്കുന്ന ഈ വിഷം കുടിച്ചിട്ട് പേമാത കാണിക്കാനല്ല, പേക്കൂത്ത് കാണിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. 24 മണിക്കൂറും സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുകൊണ്ട് സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുന്നു പറഞ്ഞ പോലെ, നീയും നിന്റെ ഭാര്യയും നീയും നിന്റെ മക്കളും അപ്പനും അമ്മയും എല്ലാം കൂടെ ചേർന്നിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ആമി സ്വർഗത്തിൽ നിന്ന് ഇരട്ടി അനുഗ്രഹം നിനക്ക് വരുന്നത്. എല്ലാവരും പറയും, എനിക്ക് അനുഗ്രഹമില്ല, എനിക്ക് നന്മയില്ല, ദൈവം എന്നെ കാണുന്നില്ല, എന്നെ കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ദൈവത്തിന് പെറുവിറുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് ഇരട്ടി നന്മ കിട്ടാത്തത്? നിനക്ക് ഇരട്ടി പകരം ദൈവം തരാത്തത് എന്തുകൊണ്ടാണ്? നിന്റെ ജീവിത സ്വഭാവത്തിനകത്തെ പാപത്തെ നീ വിട്ടിട്ട് നീ മടങ്ങി വരണം. യേശുവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിക്കണം. എൻ്റെ ഒരു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം മാറ്റിവെക്കണം. പാപത്തിന്റെ വഴികൾ നീ വിട്ട് മടങ്ങി വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, നമ്മളെ യോഗ്യതയെ നോക്കിയിട്ടല്ല ദൈവം നമുക്ക് ഇരട്ടി നൽകുന്നത്. എന്നെ കേൾക്കുന്ന മാത്രം നിന്റെ യോഗ്യത നോക്കി, നിന്റെ പാരമ്പര്യം നോക്കി, നിന്റെ കുടുംബം നോക്കി, നിന്റെ സാഹചര്യം നോക്കി, നിന്റെ നിറം നോക്കി, നിന്റെ സൗന്ദര്യം നോക്കി, നിന്റെ വിദ്യാഭ്യാസം നോക്കി, നിന്റെ സ്ഥാനമാനങ്ങൾ നോക്കിയല്ല ദൈവം നിനക്ക് ഇരട്ടി പകരം നൽകുന്നത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് ഇരട്ടി പകരം നൽകുന്ന ദൈവം കരുണയുള്ളവനായതുകൊണ്ടാണ്. അവൻ മനസ്സിലുള്ളവൻ പിതാവായതുകൊണ്ട് ദൈവം നമുക്ക് എല്ലാ കാര്യത്തിലും ഇരട്ടി പകരം നൽകുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ചിലക്ക് ഓർക്കുന്ന അവിടെ വലിയ പ്രൗഢി നിറഞ്ഞ ജീവിതം കൊണ്ടാണ് ദൈവം ഇതെല്ലാം തരുന്ന. അങ്ങനെയല്ല പ്രൈസ്. അതൊക്കെ തെറ്റായ മൂഢ ചിന്താഗതികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയായില്ല കേട്ടോ, ദൈവത്തിന്റെ ദയ, വിശ്വസ്തതയാ. അവൻ മനസ്സലിയുള്ള പിതാവാ. അപ്പം ദയുള്ള, കരുണയുള്ള, വിശ്വസ്തതയുള്ള, മനസ്സലിയുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാ. അവന്റെ മറ്റൊരു സ്വഭാവമാണ് ദീർഘക്ഷമ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമുക്കതൊന്നും ഇല്ല, ദീർഘക്ഷമയൊന്നുമില്ല. നമുക്ക് ക്ഷമയാ. പക്ഷെ നമ്മുടെ കർത്താവിന് ദീർഘക്ഷമയുള്ള ദൈവം. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം ഇരട്ടി പകരം നൽകാൻ പോകുന്നതാണ്. വിശ്വസിക്കുന്ന കരപടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവം നിന്നോട് കരുണ കാണിക്കുക. ദൈവം നിന്നോട് മനസ്സിലായി. അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം അവസരം തന്നതിന്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ, യേശുവിന്റെ മകനായി മകളായി മാറുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തെ സമർപ്പിച്ച് കഴിയുമ്പോൾ, ലോകത്തെ നീ വിട്ട് ദൈവത്തെ കർത്താവിന്റെ തന്നിലേക്ക് വരുമ്പോൾ, നിനക്ക് വേണ്ടി കർത്താവ് ഇരട്ടി പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്താണ്? സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിട്ട് പറയുക, പ്രത്യാശയുള്ള ഈ ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരാൻ. പ്രത്യാശയുള്ള ബദ്ധന്മാർ, കെട്ടപ്പെട്ട് കിടക്കും ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുന്നവൻ, ആ ബന്ധനം വിട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എന്താണ്? ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ പല സ്ഥലത്തും ബന്ധനത്തിൽ കിടക്കുക അല്ലയോ? ബന്ധനം നിന്റെ ജീവിതത്തിലുണ്ട്. കുടുംബത്തിൽ ബന്ധനം, പാരമ്പര്യ ബന്ധനം, സാത്താന്റെ ബന്ധനം അല്ലെ, ആചാര അനുഷ്ഠാന കർമ്മജടിലമായ ആചാര അനുഷ്ഠാനങ്ങൾ അതിന്റെ ജീവിതത്തിൽ വന്ന ബന്ധനം, ആഭിചാരത്തിന് മന്ത്രവാദ കൂടോത്ര ശുദ്ധിരങ്ങളുടെ ബന്ധനം, നീ തന്നെ നിന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച പാപം മുഖാന്തരം വന്ന ബന്ധനം അല്ലേ? അങ്ങനെ വിവിധ ബന്ധനത്തിൽ കിടക്കുക നീ. അവിടെയാണ് കർത്താവ് പ്രത്യാശയുള്ള ബദ്ധന്മാരെ. പ്രൈസ് ദി ലോർഡ്. ഈ ബദ്ധന്മാരെ എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് എൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ എല്ലാ ഭാഗത്തിലും കടന്നു പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മടങ്ങി വരണം. മടങ്ങിയുടെ യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുക. എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന. അപ്പൊ ഇവിടെ ദൈവത്തിനും പറയുന്നത് കർത്താവ് ഇരട്ടി പകരം നൽകുവാനാകെ. അനേക കുടുംബങ്ങൾക്കകത്ത് അല്ലേരിയ ഇന്നും മാതാവുണ്ട്. അതേ കുടുംബങ്ങൾക്കകത്ത് സഹോദരി മക്കൾ, അമ്മമാരുണ്ട്. എന്നാൽ അനേക കുടുംബങ്ങൾക്കകത്ത് പിതാവില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾക്കകത്ത് പിതാക്കന്മാരാണ്, ആ കുടുംബത്തിന്റെ നാഥന്മാരാണ് മരിച്ച്
ആമേൻ പോയതും അനേക സ്ത്രീകളാണ്, ആമേൻ അനേക കുടുംബങ്ങൾ നയിക്കുന്ന ആ കുടുംബത്തിന്റെ മാതാവാണ്, ആ കുടുംബത്തിന്റെ ആ കുട്ടികൾ അമ്മയാണ് കുടുംബത്തെ നയിക്കുന്നത്. സ്തോത്രം. അപ്പൊ അവർ ഒറ്റപ്പെട്ടു, മാതാവ് ഒറ്റപ്പെട്ടു, അല്ലേ? ഭർത്താവ് തന്നെ വിട്ടകന്നു പോയി, അല്ലേ? തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇരട്ടിയായി കൊടുത്തതായിരുന്നു, ഇരട്ടി പ്രതിഫലമായി ദൈവം കൊടുത്തതിന് ഭർത്താവ് തന്നെ വിട്ട് ഈ ലോകം വിട്ടുപോയി, അല്ലേലിയ. അതുകൊണ്ടാണ് ഭവനത്തിൽ മാതാവ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ കുടുംബത്തിനകത്ത് അപ്പനും അമ്മയും മാതാവും പിതാവും നിങ്ങളും കൂടെ ഒന്നിച്ചിരിക്കുന്നത് ഇരട്ടി നന്മയല്ലേ? പ്രൈസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾ നിങ്ങളുടെ അപ്പനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാവ് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് ജീവിക്കുന്നവർ. ആമീൻ, സ്തോത്രം. ഞാൻ പറയട്ടെ, അപ്പനെയും അമ്മയും കൊണ്ടുവന്ന് ഓൾട്ടേജ് ഹോമിലാക്കുന്ന മൂടന്മാരോട് പറയട്ടെ, പണമായി, പ്രതാപമായി, ജോലിയായി, വിദേശത്തായി, അപ്പനമ്മമാർക്ക് പ്രായമായി, അവർക്ക് അല്ലെങ്കിൽ ഓടി നടക്കാൻ കഴിയാതെ വന്ന് ഒരാളുടെ സഹായമില്ലാതെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, തുണി കഴുകി കൊടുക്കുമ്പോൾ, അവരെ കുളിപ്പിക്കേണ്ടി വരുമ്പോൾ, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, അതൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് മനം തിരിഞ്ഞ അപ്പനെയും അമ്മയും ഉപദ്രവിക്കുന്ന മരുമക്കൾ, അപ്പനമ്മമാരെ വേണ്ടെന്നവർ വഴിയിൽ ഇറക്കി വിടുന്നവർ, തീർത്ഥാടനത്തിന് പോയിട്ട് വാമിനല്ലേ തീർത്ഥാടന സ്ഥലത്ത് തള്ളിയിട്ട് പോകുന്നവർ, ഓൾട്ടേജ് ഭൂമി കൊണ്ട് തള്ളുന്ന മൂടന്മാർ, നികൃഷ്ടന്മാർ, ലേരിയ. അപ്പനെ അമ്മയും തള്ളുന്നവരാരാ? അവരെ നല്ലവരെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പനെ അമ്മയും ഓൾട്ടേജ് ഭൂമി കൊണ്ടാക്കുന്നവൻ നല്ലവനെന്ന് പറയാൻ പറ്റും. അവനെ നല്ലവനെ ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. അവൻ വെറും മണ്ടന, വെറും പൊട്ടൻ, ലേരിയ. നീ ഓർത്തോണം, നിന്റെ മക്കൾ നിന്നെ അവിടെ കൊണ്ടാക്കും. നിന്റെ മക്കൾ പ്രായമായി വീഴുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി വിട്ടിട്ട് നിന്റെ അപ്പനെ അമ്മയെ നീ ഏത് വിധത്തിൽ, നിന്റെ അമ്മായിയമ്മയെ നിന്റെ അമ്മായിയപ്പനെ നീ ഏത് വിധത്തിൽ ഉപദ്രവിച്ചോ അതും നിനക്ക് തിരിച്ചു കിട്ടും. പ്രൈസോ. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മായിയമ്മയും മരുമോളും കൂടെ ഒന്നിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഇരട്ടി നന്മയാണ്. ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കണം, പറഞ്ഞ് പരിഹരിക്കണം. എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിക്കണം. കുടുംബത്തിനകത്ത് ഉള്ള സകല പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കണം. പ്രൈസോ. അമ്മായിമ്മയ്ക്ക് മരുമോളെ കാണാൻ പാടില്ല, മരുമോൾക്ക് അമ്മായിമ്മയെ കാണാൻ പാടില്ല. നേരം വെളുത്ത ഉടനെ അമ്മായിമ്മ അടുത്ത വീട്ടിലേക്ക് ഓടുക. എന്താ? മരുമോളുടെ കുറ്റം പറയാൻ. മരുമോൾ അടുത്തടുത്തേക്ക് ഓടുക, അമ്മായിമ്മയുടെ കുറ്റം പറയാൻ. എത്ര സംഭവങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പറയും. എത്ര ആളുകൾ എന്നോട് പറയാറുണ്ട്, ദൈവമക്കൾ തന്നെ എന്നോട് പറയാറുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവരാ. അങ്ങനെയുള്ളവരുടെ പ്രത്യാശയുള്ള ബദ്ധന്മാരെ നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങുക. അല്ലേ? ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും. നീ നിന്റെ ജീവിത സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് മടങ്ങി വരണം. അല്ലേരിയ. ഭവനത്തിനകത്ത് കള്ളടിച്ച് കൂത്താടി നിറയേട് കാണിച്ച് വിവരദോഷികളായിരിക്കുന്നവർ, ചീത്ത പറഞ്ഞ് ആമെ അസഭ്യം പറഞ്ഞ് ഭാര്യയെ ചീത്ത വിളിച്ച്, മക്കളെ ചീത്ത വിളിച്ച്, അമ്മായിയമ്മയെ ചീത്ത വിളിച്ച്, മരുമോളെ ചീത്ത വിളിച്ച്, അമ്മായിമ്മയെ ചീത്ത വിളിച്ച്, അല്ലേരിയ, വെറും ഹീന ജീവിതം നയിക്കുന്ന, പാപത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സഹോദര സഹോദരി, നീ കോട്ടയിലേക്ക് മടങ്ങിവ, നീ ദൈവത്തിലേക്ക് മടങ്ങിവ. പാപങ്ങളേറ്റ് പറഞ്ഞ് പ്രൈസോ. ദൈവം നിന്നെ അനുഗ്രഹിക്കും, രക്തം ചെയ്യും. അല്ലൊരു ഇവിടെ അനേക കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല. കാരണം അല്ലൊരു അപ്പനും അമ്മയും മക്കളും ഒന്നും ജീവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുക. നമുക്ക് വേദപുസ്തകം തന്നെ പഴയ നിയമവും പുതിയ നിയമവും കൂടെ രണ്ടും കൂടെ ചേർത്തൊന്നിച്ച്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേരുന്ന പോലെ, ആദമിന് തക്ക തുണയെ കൊടുത്തവരെ പുതിയ നിയമസഭയ്ക്ക് ദൈവം പഴയ നിയമവും പുതിയ നിയമവും കൂടെ ഒന്നിച്ച് ചേർത്ത് ഒറ്റ പുസ്തകമായിട്ട് തന്നു. അതൊരു ഇരട്ടി നന്മയല്ലേ? ഇരട്ടി നന്മയാ. അതൊക്കെയാണ് ദൈവം ചെയ്യുന്ന ഇരട്ടി നന്മ എന്ന് പറയുന്നതാണ്. അപ്പൊ നമുക്ക് പഴയ നിയമത്തിൽ ക്രിസ്തു ആരെന്നും ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവെന്നും ക്രിസ്തുവിന്റെ നേരില് പഠിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുവാൻ, അതല്ല നമ്മുടെ പാപത്തെക്കുറിച്ച് ഓർക്കുവാൻ, പാപത്തിന്റെ ശിക്ഷകളെ കുറിച്ച് പഠിക്കുവാൻ, ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്ത് നിർത്തി ഒറ്റ പുസ്തകമായിട്ട് നമുക്ക് തന്നു. ദൈവത്തിന്റെ ഇരട്ടി നന്മയാണ്. പഴയ നിയമം ഉള്ളതുകൊണ്ട് നമ്മൾ പാപത്തെക്കുറിച്ച് കണ്ടമാനം ചിന്തിക്കുക, ഓർക്കുകയും അതിന്റെ പരിണിത ഫലത്തെ, ന്യായവിധിയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത് രക്തം ചെയ്യും. അപ്പം പഴയ നിയമവും പുതിയ നിയമം കൂടെ ദൈവം നമുക്ക് അത്ര ശ്രേഷ്ഠമാണ്. അതുപോലെ എല്ലാ സ്തോത്രം, രക്ഷയും ഒരു നന്മയാണ്. കർത്താവ് നൽകുന്ന പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന ദൈവജനത്തിന് ദൈവം നൽകുന്ന രക്ഷ എന്ന് പറയുന്ന ഇരട്ടി ഭാഗം, ഇരട്ടി നന്മയാണ്. അല്ലേലൂയ. അഭിഷേകം ഒരു നന്മയാണ്.
ചിലർ രക്ഷയെ സ്വീകരിക്കുന്നു, ചില പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലർ യേശുവിനെ വിശ്വസിക്കും, അല്ലെങ്കിൽ രക്ഷയൊക്കെ സ്വീകരിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കത്തില്ല. ചില സഭകൾ പഠിപ്പിക്കുന്ന പെന്തക്കോസ്, ചില സഭകൾ പഠിപ്പിക്കുന്ന പെന്തക്കോസുകാരെന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാവരും പെന്തക്കോസ് പറയാൻ പറ്റത്തില്ല. വേർപെട്ട കൂട്ടങ്ങൾക്കകത്ത് ഒരുപാട് പേരുണ്ട്. ചിലർ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കത്തില്ല, അന്യഭാഷ വിശ്വസിക്കത്തില്ല, രോഗശാന്തി വിശ്വസിക്കത്തില്ല, ഭൂതശാന്തി വിശ്വസിക്കത്തില്ല, കർത്തമേശ തിരുവത്താഴം വിശ്വസിക്കത്തില്ല, സ്നാനം വിശ്വസിക്കത്തില്ല. അവർ പാരമ്പര്യം, അവർ രക്ഷയെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ അവർക്ക് അഭിഷേകമില്ല. അല്ലെ ചിലരൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മാറ്റിവെച്ച് ഇതൊക്കെ ഉണ്ട്. കാരണം സ്വന്തം മനസാക്ഷി ചുവട് വെച്ച് വിവാഹം വിലക്കുന്നവരുണ്ട്. സ്വന്തം മനസാക്ഷി ചുവട് വെച്ച് വിവാഹം വിലക്കി ഒറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന എന്ന് പറയുന്നു നിൽക്കുന്ന ചില ആളുകളുണ്ട്. നന്മ ദൈവം നമുക്ക് ഇരട്ടി നന്മ, ഭർത്താവിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇരട്ടി നന്മയായിട്ടാണ് ദൈവം തരുന്നത്. അല്ലേരിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ഇരട്ടിയാ, അന്യഭാഷ നമുക്ക് ഇരട്ടിയാ. അല്ലേരിയ ക്രിസ്തുവിന്റെ സ്നേഹം. അല്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിരുദ്ധമായി ഇന്ന് അനവധി ആളുകളിൽ പെന്തക്കോസ് എന്ന് പറഞ്ഞ മൂടുപടം ധരിച്ചുകൊണ്ട് ഞങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന അനവധി മൂഢരായിരിക്കുന്ന ക്രൈസ്തവരുണ്ട്. പ്രൈസലോ, അവരെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലേരിയ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളാണ് ദൈവത്തിന്റെ മക്കൾ, ഞങ്ങളാണ് ദൈവത്തിന്റെ ജനം, ഞങ്ങൾക്കാണ് യേശുള്ളത്, ഞങ്ങളുടേതാണ് യേശു, ഞങ്ങളുടെയാണ് വാക്തത്വം, പുത്രത്വം ഞങ്ങൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭക്തിയുടെ വേഷം ധരിച്ച് പത്തി വിടർത്തി നിൽക്കുന്ന, ഭക്തിയുടെ വേഷം ധരിച്ച് പത്തി എന്ന് പറയാൻ പാമ്പിന്റെ ഭക്തിയാണ്. അവർക്ക് ഭക്തിയുണ്ട്, പത്തിയുണ്ട്. അങ്ങനെ ധരിച്ചു നിൽക്കുന്ന ചില ക്രൈസ്തവരുണ്ട്. അവരും പറയും ഞങ്ങളാ വരുതെന്ന്. അല്ല സ്നേഹിത, നീ അല്ല വരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷന്റെ ഭാഗമായി രക്ഷ പ്രാപിച്ച് അഭിഷേകമുള്ള പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന ദൈവിക കൂട്ടായ്മ ചേർന്ന് നിൽക്കുന്ന നിനക്കാണ് ഇരട്ടി പകരം ദൈവം നൽകുന്നത്. അല്ല കള്ളുകുടിച്ച് കള്ളുഷാപ്പിൽ നിന്ന് കള്ളുകുടിച്ച് അസഭ്യ ജീവിതം വെച്ച് അധാർമ്മിക ജീവിതം ജീവിച്ച് തലേ രാത്രിയിൽ എങ്ങനെയും ജീവിച്ചിട്ട് രാവിലെ പൗഡറും പൊടിയിട്ട് സ്പ്രേ അടിച്ച് പള്ളിയിലേക്ക് പോകുന്നതല്ല വിശുദ്ധ ജീവിതം. ലേലിയ ജീവിത ശുദ്ധീകരണം, ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ജഡത്തിലെ ആത്മാവിലെ സകല കൺവശത്തിൽ നീ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ദൈവത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവത്തെ ഇരട്ടി നന്മ പ്രാപിക്കാൻ വേണ്ടി നീ വിശുദ്ധിയോടെ നീ ദൈവസേനയിൽ കടന്നു വരണം. അല്ലാതെ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് പ്രച്ഛന്ന വേഷധാരികളായി നീ അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പുരോഹിതന്മാരുണ്ട്, അതിനു മുമ്പിൽ നീ പോയി ഭക്തിയോടെ നിന്നതുകൊണ്ട് പ്രയോജനമില്ല. നീ പാപം ഏറ്റുപറയണം. അല്ലെങ്കിൽ പാപം ഏറ്റുപറഞ്ഞിട്ട് വീണ്ടെടുപ്പ് പ്രാപിക്കണം. പ്രൈസലോട്. ഉപദേശം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഉപദേശം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. പ്രൈസലോ, ഞാന് ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തി വിളർത്തി നിൽക്കുന്ന ഒരു വിശ്വാസിയല്ല. അല്ലേ? പാപത്തെ ഏറ്റുപറഞ്ഞു, പരിശുദ്ധന്മാരെ വിശ്വസിച്ചു, രക്ഷയെ വിശ്വസിച്ചു, അഭിഷേകത്തിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ കൃപാവനങ്ങളിൽ വിശ്വസിച്ചു. ദൈവം ഇരട്ടി നന്മ നൽകും, ഇരട്ടി പകരം നൽകും എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുവരെ സ്തുതി എപ്പോഴും എന്റെ നാളിന്മേലുണ്ടെന്ന് സംഗീതനക്കാരൻ പറഞ്ഞതുപോലെ ഞാനും ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ? വിമർശന കുറ്റം പറച്ചില്, നുണ പറച്ചില്, വ്യാജം പറയുക, അസൂയ, വ്യാജഭാവം, നുണ, ചതി, എല്ലാ കളവും മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലലിയ മുട്ടുസൂചി തറച്ച് കിടക്കുന്ന പോലെ തറച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് രാവിലെ ഇറങ്ങും, അടുത്ത വീടിന് മുറ്റത്തേക്ക് പോകും, അടുത്ത വീട്ടിലേക്ക് പോകും. പിന്നെയും അകത്ത് മുട്ടുസൂചി പോലെ തറച്ചു കിടക്കുന്ന പാപത്തിന്റെ വാക്കുകൾ, മറ്റുള്ളവരെ കുറിച്ചുള്ള ഏഷണി നുണയും പറഞ്ഞ് അവരെ അങ്ങ് വേദനിപ്പിക്കും. അത് സന്തോഷിക്കുന്ന ചില നികൃഷ്ടനായിരിക്കുന്ന ജനമുണ്ട്. അല്ലേരിയ സ്വന്തം, അവരെ നല്ലവരൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വാ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടി പകരം നൽകും. അത് നിന്റെ സകല ബന്ധനം വഴി നീ മടങ്ങി വരണം. പ്രൈസലോ. ഇവിടെ വചനം പറയുന്നത് അല്ലേരിയ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് 2 കണ്ണുകൾ ദൈവം തന്നു, കാഴ്ചയുടെ 2 കണ്ണുകളെ ദൈവം തന്നു, 2 കേൾവിയുടെ ചെവികളെ തന്നു, 2 കൈകൾ സ്വാധീനമുള്ള 2 കൈകളെ തന്നു, സ്വാധീനമുള്ള 2 കാലുകളെ തന്നു. ഇവയെല്ലാം ഇരട്ടി നന്മയാണ്. നിങ്ങൾ ഒരു കൈയുള്ളവരെ കണ്ടിട്ടില്ലേ? 2 കൈയുമില്ലാത്തവരെ കണ്ടിട്ടില്ലേ? ഒരു കൈയില്ലാത്തവൻ മറ്റൊരു കൈ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പ്രാർത്ഥിക്കുക. 2 കൈയുമില്ലാത്തവൻ, കർത്താവ് എനിക്ക് 2 കൈ ഉണ്ടായിരുന്നെങ്കിൽ, കണ്ണിന് കാഴ്ചയില്ലാത്ത കർത്താവ് എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ,
കൈക്ക് അല്ലെങ്കിൽ കാലിന് സ്വാധീനമില്ലാത്തവൻ പറയും, കർത്താവ് എനിക്ക് സ്വാധീനമുണ്ടായി, ഒരു കാലം ഉണ്ടെങ്കിൽ എനിക്ക് നടന്നിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കാണണം. അല്ലെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന അമ്മ സ്ഥലം നമ്മളവിടെ പോയി കാണും. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കണ്ണിന്റെ കൂടെ ഒരു കണ്ണൂടെ കാഴ്ചയുടെ ഇരട്ടി നന്മയാണ്. ഒരു ചെവിയുടെ കേൾവിയുടെ ചെവി ഇരട്ടി നന്മയാണ്. ആമീൻ. ഒരു അല്ലെങ്കിൽ സ്തോത്രം, ഒരു കൈയോടെ ചേർന്ന്, ഒരു കാലോട് ചേർന്ന് ദൈവം തന്ന നന്മ. ഇത് ലോകം നിനക്ക് വെച്ചുപിടിപ്പിച്ച് തന്നല്ലെന്ന്. ഇവിടുത്തെ മന്ത്രവാദികളും ഇവിടുത്തെ അല്ലെങ്കിൽ സാത്താന്യ ശക്തികളും ഇവിടുത്തെ സാത്താന്യ സേവക്കാരും ഒന്നും നിനക്ക് വെച്ച് തന്നതല്ല. എൻ്റെ കൈയും കാലും കണ്ണും ചെവിയും മൂക്കും ഒന്നും. ദൈവം സൃഷ്ടിയിലെ ദൈവം നിനക്ക് തന്നതാ. നിന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഇരട്ടി നന്മകൾ, എല്ലാത്തിനും ഇരട്ടി. മാനസാന്തരപ്പെടണം കേട്ടോ, രക്തം ചെയ്യും. ഹല്ലേലൂയ. അവൻ അതുപോലെ തന്നെ മനുഷ്യൻ ധരിച്ചിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി ദൈവം ആദമിന് തക്ക തുണയെ കൊടുത്തു. ഹല്ലേലൂയ. മനുഷ്യൻ ഏകനായിരിക്കാൻ പാടില്ല, അവന് തക്കതായ തുണ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം 2-ാം അധ്യായം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുക. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. മനുഷ്യൻ എല്ലാത്തിനും പേരിട്ടു കേട്ടോ. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണയെ ആ തുണ കണ്ടു കിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഠനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ച് യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയോട് അസ്ഥിയും എന്റെ മാംസത്തോട് മാംസവുമാകുന്നു. ഇവളെ നരിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. കണ്ടോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടിട്ട് അവന്റെ ജീവിതത്തിൽ തക്ക തുണയെ ദൈവം കൊടുത്തു. അത് ഇരട്ടി നന്മയാണ്. പ്രൈസോ. അപ്പം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ട് ദൈവം ഇരട്ടി നന്മയെ കൊടുത്ത ഭാര്യ ഇന്ന് കാമുകന്മാരോട് ഒളിച്ചുകൊടുകയാണ്. കാമുകന്മാരോടൊപ്പം ജീവിതം പങ്കിടുക, മറ്റ് പുരുഷന്മാരോടൊപ്പം ദൂർത്തടിച്ച് നടക്കുക. ജീവിതത്തിൽ തക്ക തുണയായിട്ട് കൊടുത്ത ഭാര്യയെ വിട്ടിട്ട് ഭർത്താവ് ലോകത്തിലുള്ള സകല ജടികമായ ജീവിതത്തിൽ മറ്റ് സ്ത്രീകളോടൊപ്പം കറങ്ങിച്ചുറ്റി നടക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? തക്ക തുണയ ദൈവം നമുക്ക് ഇരട്ടി നന്മ ദൈവം നിനക്ക്. എന്നെ കേൾക്കുന്ന സഹോദരന്റെ ഭാര്യ നിനക്ക് ഇരട്ടി നന്മയാ. എന്നെ കേൾക്കുന്ന സഹോദരന്റെ ഭർത്താവ് നിനക്ക് ഇരട്ടി നന്മയാ. നീ പരസ്പരം വഞ്ചന ചെയ്യരുത്. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കരുത്. ഭർത്താവ് ഭാര്യയെ വഞ്ചിച്ചിട്ട് പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം നീ പുലർത്തരുതെന്ന്. അല്ലേലും പാപമാണ്. ദൈവത്തിനോട് കണക്ക് ചോദിക്കും. ദൈവം നിന്നെ ന്യായം വിധിക്കും. നിന്നെ ഈ ലോകത്തിൽ നീ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ ന്യായം വിധിക്കും. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം തന്ന ഇരട്ടി നന്മ. ഹല്ലേലൂയ. സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്. അപ്പൊ സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവിനെ നിനക്ക് തന്നു. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം സന്തതികളെ തന്നു. വീണ്ടും ദൈവം നിന്റെ കുടുംബത്തിനകത്ത് ഇരട്ടി നന്മകൾ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നു, അവർക്ക് നല്ല ജോലി കിട്ടുന്നു, നല്ല സാലറി കിട്ടുന്നു, അവർ കുടുംബമാകുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു. എല്ലാം ഇരട്ടി നന്മയാ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ. അതുകൊണ്ട് പ്രത്യാശയുള്ള വ്യക്തന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുന്ന നമ്മുടെ കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാത്തിനും ഇരട്ടി പകരം നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ സ്വഭാവങ്ങളെ നീ മാറ്റിവെച്ച് നീ അനുദിനം ചെയ്യുന്ന പാപമുണ്ടല്ലോ, നീ കുടുംബത്തിനകത്ത് ചെയ്തു കൂട്ടുന്ന പാപം, ദേശത്തും സമൂഹത്തും ചെയ്തു കൂട്ടുന്ന പാപമുണ്ടല്ലോ, പാപം ദൈവം വെറുക്കുന്ന പാപം. അല്ലേലൂയ. അത് വിട്ട് നീ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. അല്ലേലൂയ. രക്തം ചെയ്യും. ഇതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ചിലർക്കൊക്കെ അങ്ങോട്ട് അങ്ങ് വല്ലായ്മ തോന്നിയാൽ എന്താണേ, തോന്നിയാൽ അല്ലെങ്കിൽ ആ തോന്നുന്നിടത്ത് തന്നെ വെച്ചേരും കേട്ടോ. ഹല്ലേലൂയ. ഇതൊക്കെ വിളിച്ചു പറയും മാനസാന്തരപ്പെടാൻ വേണ്ടി. നീ പാപിയാണ് മനുഷ്യൻ, നീ പാപിയാണ് സഹോദര, നീ പാപിയാണ്. നീ ദൈവത്തിന് അകന്നു പോയവനാണ്, നീ ദൈവത്തിന് അകന്നു പോയവനാണ്. നീ ദൈവം വെറുക്കുന്ന പാപം നീ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. മടങ്ങി വരണം, രക്തം ചെയ്യും. അത് വലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് എല്ലാം ദൈവം നമുക്ക് ഇരട്ടി നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നത് ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം വലിയ 32-ാം അധ്യായം
അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ അരുളി ചെയ്തത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം, അരുളി ചെയ്തത്, ഞാൻ എന്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ, ഹല്ലേലൂയ, അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. കഥ പറയാണ്, ഞാൻ അവർക്ക് എന്റെ മുഖം മറയ്ക്കുവാണ്. ഞാൻ, ഹല്ലേലൂയ, ഞാൻ എന്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്താകുമെന്ന് കർത്താവ് നോക്കുക. എന്നിട്ട് പറയാണ്, ഹല്ലേലൂയ, സ്തോത്രം, അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. അതെ, ദൈവത്തിന്റെ മുഖം നിനക്ക് മറച്ചാൽ, ദൈവമുഖം നിനക്ക് മറഞ്ഞാൽ നീ ദൈവത്തിന്റെ ന്യായവിധി നീ വരും. വക്രതയുള്ള ജനം, അല്ലെ നേരില്ലാത്ത തലമുറ എന്നാ ദൈവം നമ്മോട് പറയുന്നത്. എന്നാൽ അതൊക്കെ വിട്ടിട്ട് നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുന്നെങ്കിൽ നിനക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയും. അപ്പോൾ തന്നെ ആവർത്തന പുസ്തകം, ഹല്ലേലൂയ, 32-ാം അധ്യായം എന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് ഒരു കാണുന്നുണ്ട്. ഹല്ലേലൂയ, 30-ാമത്തെ വാക്യം, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ പാറ അവരെ വിറ്റുകളയും, യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരുവൻ 1000 പേരെ പിന്തുടരുന്നു, 10,000 പേരെ ഓടിക്കുന്നത് എങ്ങനെ? അപ്പൊ ഒരുവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. 20 അല്ലെങ്കിൽ ഒരുവൻ 1000 പേരെ ഓടിക്കാൻ കഴിയും, പക്ഷെ 20 10,000 പേരെ. അപ്പം അവൻ നിനക്ക് ഒരു കൂട്ടൂടെ തരുന്നത് ദൈവത്തിന്റെ ഇരട്ടി നന്മയാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, ഒരുവൻ 1000 പേരെ 10,000 പേര് ഓടിക്കും. അല്ലെങ്കിൽ വേദപുസ്തകം പറയും, ഒരുവനേക്കാൾ 20 നേരെ നല്ലത്, അവർക്ക് തങ്ങളെ പ്രയത്നത്തോ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലും അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായിക്കൊണ്ട് അവൻ അയ്യോ കഷ്ടമെന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ പറയാം. അപ്പൊ ഒരുവനേക്കാൾ 20 ഏറ്റവും നല്ലത്, ഒരുവനേക്കാൾ 20 ഏറ്റവും നല്ലത്. ഞാനത് പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാന്, ഹല്ലേലൂയ, ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച, സാധാരണ കുടുംബത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്, അല്ലെ കൂലിവേലയൊക്കെ ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കളുടെ മകനായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അങ്ങനെ ജീവിതത്തിൽ പോന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പ്രായമായി കഴിയുമ്പോൾ കുടുംബ ജീവിതമൊക്കെ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ കർത്താവ് ജീവിതത്തിൽ തക്ക തുണയെ തന്നു, ഇരട്ടി അനുഗ്രഹം, ഇരട്ടി പകരം തന്നു, തക്ക തുണയെ. അങ്ങനെ ഞങ്ങൾ നീണ്ട വർഷങ്ങൾ, 10-20 വർഷത്തിലധികം ഞങ്ങൾ ജീവിച്ച് പെട്ടെന്ന് എന്റെ ഭാര്യ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു, അറ്റാക്കായിട്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഇരട്ടി നന്മ ആയിട്ട് തന്ന എന്റെ ജീവിതത്തിൽ തക്ക തുണ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതം ഒറ്റയ്ക്കായി. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരുവനേക്കാൾ 20 നല്ലതെന്ന് ചിന്തിക്കുന്നത്. ഒരുവൻ 1000 പേര് ഓടിക്കും, 20 10,000 പേര് ഓടിക്കും. ഞാനും എന്റെ ഭാര്യയും കൂടെ ഒന്നിച്ച് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് ഞങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷെ ഒറ്റയ്ക്കായി കഴിയപ്പോൾ അതിൻ്റെതായ ഇഷ്ടങ്ങൾ, പ്രയാസങ്ങൾ നേരിടുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവനേക്കാൾ, ഹല്ലേലൂയ, ഒരുവനേക്കാൾ 20 ഏറെ നല്ലത്. ജീവിതത്തിൽ ദൈവം നിനക്ക് തക്ക തുണയായിട്ട് തന്ന നിന്റെ ഭാര്യയെ നീ ചേർത്ത് പിടിക്കണം. സഹോദര, നിന്റെ സൈന്യങ്ങളും സൗകര്യം നിന്റെ ഭർത്താവിനെ ചേർത്ത് പിടിക്കണം. അതിനകത്ത് വേറൊരുത്തൻ വന്ന് കയറരുത്, വേറൊരുത്തൻ നീ ഇടം കൊടുക്കരുത്. അങ്ങനെ ഒരുത്തിന് ഇടം കൊടുത്താൽ അതിന് വ്യഭിചാരം എന്ന് പറയും. ഹല്ലേലൂയ, രക്തജയം. അപ്പൊ ഈ ഒരുവനേക്കാൾ 20 ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. രണ്ടുപേരും ഒന്നിച്ച് കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, അല്ലെങ്കിൽ പുത്രത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ, അപ്പാപിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ, നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇരട്ടി പ്രതിഫലം, ആമേൻ, തന്റെ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. നീ വീണാൽ നിന്റെ ഭാര്യ നിന്നെ എഴുന്നേൽപ്പിക്കും. എന്നെ കേൾക്കുന്ന സഹോദരി, നീ വീണാൽ നിന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ടാണ് ഒരുവരെക്കാൾ 20 നല്ലതെന്ന് പറയുന്നത്. ഏകാകി വീണാലും അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായിക്കൊണ്ട് അവൻ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഒരുത്തനെയുള്ള ഒറ്റയ്ക്കാണെങ്കിൽ അവൻ വീണാൽ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും കാണത്തില്ല. അവന്റെ ജീവിതം കഷ്ടമാണ്. നിങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കാൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തന്നിക്ക് ഇരട്ടി നന്മകൾ, എല്ലാം നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് ദൈവം തന്നു. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിൽ ദൈവം ഇരട്ടി നന്മ കൊടുക്കുക. ഇസ്രായേലിൽ പണ്ട് ജ്യേഷ്ഠാവകാശം അപ്പന്റെ സ്വത്തിൽ നിന്നും ഇരട്ടി പങ്ക് മൂത്ത പുത്രൻ ലഭിക്കും. ഉദാഹരണമായി, ഒരു കുടുംബത്തിൽ 5 പേർ ഉണ്ടെങ്കിൽ അപ്പന്റെ സ്വത്ത് 6 ഭാഗമായി പിരിച്ചു കൊണ്ട് 2 ഭാഗം
മൂത്ത മകന് നൽകുന്ന ഒരു പതിവ് അന്നുണ്ടായിരുന്നു, ജ്യേഷ്ഠാവകാശം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഒരു ഭാഗം കൊണ്ട് ലഭിക്കും. യാക്കോബിന് ഇരട്ടി നന്മ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ജ്യേഷ്ഠാവകാശം തനിക്ക് വേണമെന്ന് അവൻ അധികമായി ആഗ്രഹിച്ചു. എന്നാൽ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ നിസ്സാരമായി കരുതുകൊണ്ട് യാക്കോബിന് ജ്യേഷ്ഠാവകാശം കിട്ടി, ഇരട്ടി നന്മ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ അനുഗ്രഹം കിട്ടുന്നു, അപ്പന്റെ അനുഗ്രഹം കിട്ടി, കർത്താവിന്റെ അനുഗ്രഹം ലഭിച്ചു. പ്രൈസ്. ജ്യേഷ്ഠാവകാശം കിട്ടുന്നു, അപ്പന്റെ അനുഗ്രഹം കിട്ടുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ എനിക്ക് ഇരട്ടിയായിട്ട് ആത്മാവിന്റെ പങ്ക് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുക? കർത്താവ് എനിക്ക് ഇരട്ടിയായി ആത്മാവിന്റെ ഇരട്ടി പങ്ക്. എന്താ ഏലിശയുടെ ആഗ്രഹം? ഏലിശയുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണ് ഏലിയാവിനോട് പറയുന്നത്? ഏലിയാവിനെ പിൻപറ്റുന്ന, ഏലിയാവിന്റെ കൂടെ നടക്കുന്ന പ്രവാചകനായിരിക്കുന്ന, പ്രവാചകനായിരിക്കുന്ന ഏലിശയുടെ ഹൃദയത്തിനകത്തെ ആഗ്രഹം എന്ന് പറഞ്ഞത് ഏലിയാവിൽ നിന്ന് ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കണമെന്നുള്ളതാണ്, ഇരട്ടി പ്രതിഫലം. അങ്ങനെ 2 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യഹോവ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലിശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലിശയോട് ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലിശ അവരുടെ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. അല്ലേ, ബേഥേലിൽ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് ബേഥേലിൽ നിന്ന് നീ ഇവിടെ താമസിച്ചു, യഹോവ എന്നെ ചുഴലിക്കാറ്റി. അപ്പൊ ഏലിയാവിനെ വിടാതെ എലിശ കൂടെ നടക്കുക. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഹല്ലേലൂയ 2 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 2-ാമത്തെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ ഏലിയ അവനോട് നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാനേക്കരെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലിശയോട്, ഞാൻ നിങ്ങൾ എടുത്തു കൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഏലിയാവ് ചോദിക്കുക എലിശയോട്, ഞാൻ നിങ്ങൾ എടുത്തു കൊള്ളപ്പെടുന്ന മുമ്പ് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ. അപ്പൊ എലിശയുടെ മറുപടി, ഹല്ലേലൂയ, എലിശയുടെ മറുപടി, അതിന് എലിശ, നിന്റെ ആത്മാവിന് ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന്റെ ആഗ്രഹം എന്താണ്? എലിശയുടെ ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എലിശയ്ക്ക് വേണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരി, ഇരട്ടി പങ്ക് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന നീ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? എലിശയെ പോലെ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് നിന്റെ പ്രാർത്ഥനയിൽ, ആരാധനയിൽ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ആത്മാവിന്റെ ഇരട്ടി പങ്ക് തരയണമേ എന്ന് ഏലിശ ഏലിയാവിനോട് പറഞ്ഞതുപോലെ നിനക്ക് യേശുവിനോട് പറയാൻ കഴിയുമോ? കർത്താവ്, ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തന്ന ഈ ഭൂമിയിൽ അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്ക് എന്നെ ഒരുക്കണം എന്ന് പറയാൻ കഴിയുമോ? അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ വിളിക്കുന്നത്. സക്രിയ പ്രവാചകൻ പറയുക, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തരും. അല്ലെങ്കിൽ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിക്കാൻ ഏലിശ ഏലിയാവിനെ ചുറ്റി നടന്നതുപോലെ നിനക്ക് ആത്മാവിനെ പ്രാപിക്കാനുള്ള ആഗ്രഹം വേണം. അല്ലെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്? ആത്മാവിന്റെ ഇരട്ടി പങ്കിന്റെ പേര് വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവൻ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത്തിരഥവും അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ ആഗ്രഹിച്ച എലിശയ്ക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ പ്രാപിക്കാൻ കഴിഞ്ഞു. അത് നിന്റെ പ്രാർത്ഥന ആത്മാവിന്റെ ഇരട്ടി പങ്കായിരിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സന്ദർശനങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമെന്ന് സങ്കീർത്തനം 90:15 വായിക്കുന്ന പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
പ്രേസറോ ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 9-ാമധ്യായം അല്ലെങ്കിൽ 12-ാമത്തെ വാക്യം, പ്രത്യാശയുള്ള ബദ്ധന്മാരി കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. പ്രേസറോ അതെ, നീ മടങ്ങി വരണം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ച എലീശയെ പോലെ നീ കർത്താവിന് വേണ്ടി ശക്തമായി ശുശ്രൂഷ ചെയ്യണം. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണം. നിന്റെ ലോകത്തിന്റെ വെറുപ്പുന്ന ജീവിതം വിട്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഇന്ന് പകൽ കർത്താവേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് യഹോവയായി ദൈവം സക്കറിയ പ്രവാചകനോട് സംസാരിച്ച് ദൈവത്തിന്റെ വചനം പുതിയ നിയമസഭയ്ക്കകത്ത് ആത്മാവിന്റെ ഇരട്ടി പങ്കരം തന്ന സകലത്തിലും ഹല്ലേലൂയ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജനത്തിലൂടെ പ്രാർത്ഥന കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് ജനിക ജൂതാട്ട വ്യഭിചാര വരസംഗ അശുദ്ധി ദുഷ്കാമതി കൊട്ടേഷൻ മുണ്ടാസം തുവ ഭൂമാവി ബ്ലേഡ് ശ്രീമാവികൾ പിടിച്ചുവരക്കാരും അഴിമതിക്കാരും കൈക്കൂലിക്കാരും തീവ്രവാദികളും ക്ഷീരവാദികളും വർഗീയവാദികളുടെ ഇടം കേന്ദ്രമായി മാറിയുന്ന കേരളത്തിൽ, ഈ ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ ദൈവമായി ജനത്തിന് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവായി യേശുവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. 800 കോടി ജനത്തിന് വിടലിൽ പ്രാർത്ഥിക്കുന്നു. രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ ദ്വീപുകളെ ഒക്കെ ഭരിക്കുന്നവർ, സകല ജനത്തെയും അതിർത്തികൾക്ക് നിയമമാണ് രംഗത്ത് ക്രമസമാധാന പാലകരെ, സകലവിധ മത സാമൂഹ്യ സംസ്കാര മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് മാനസാന്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങൾക്ക് സമാധാനം കർത്താവ്, ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ, മരുമക്കൾ, കൊച്ചുമക്കൾ, പേരക്കളങ്ങൾ എല്ലാം സമാധാനപരമായി ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി ഒരുങ്ങോട്ടേകണമേ. പ്രത്യേകിച്ച് കർത്താവ് ഇറാനും ഇസ്രായേലിന്റെ യുദ്ധത്തിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം വരുവാൻ, രക്തച്ചൊരിച്ചിൽ മാറി സമാധാനത്തോടെ രാജ്യങ്ങൾ പരസ്പരം കൈകോർക്കുക, സ്നേഹത്തലൊന്നിപ്പാട്ടിയാകണം. തീവ്രവാദ, ഭീകരവാദം, വർഗീയവാദ കർത്താവ് വളർന്നുകൊണ്ട് രാജ്യത്തിനകത്ത് അധാർമികത പെരുകി ഇരുട്ട് കൊണ്ടുവന്ന് സാധാരണക്കാരായി അനുബന്ധ ജീവിതങ്ങൾ ഓരോ ദിവസം മരിച്ചു വീഴുമ്പോൾ കർത്താവിന്റെ രാജ്യരാഷ്ട്രങ്ങളെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇയാളുടെ തലമുറയ്ക്കായി പാപത്തിന്റെ വഴി വിട്ട് മടങ്ങി വരുവാൻ, ശാപവഴികൾ വിട്ട് മടങ്ങി വരുവാൻ കർത്താവിന്റെ അതിർത്തികൾ താമസിക്കുന്നവർക്കായി, കരസേന, വ്യോമ, നാവിക പോലീസിന്റെ ജുഡീഷ്യൽ സെക്ഷനുകൾക്കായി പ്രാർത്ഥിക്കുന്നു. കടലൂർ വാസികളെ, തീരദേശവാസികളെ, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖലയായിരിക്കുന്ന, ബാങ്ക് മേഖലയായിരിക്കുന്ന, ആരോഗ്യ മേഖലയിലായിരിക്കുന്ന എല്ലാവരും, കൺസ്ട്രക്ഷൻ, കാനി, മോട്ടോർ യൂണിയൻ രംഗത്തായിരിക്കുന്ന, പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണിയോടും തരിയോടും മല്ലടിക്കുന്ന, ചോര വിയർപ്പാക്കി അധ്വാനിക്കുന്ന നിരവധി ആളുകൾ. ഹല്ലേലൂയ. കർത്താവ് വ്യാപാര വ്യവസായ വെളിയോര കച്ചവടക്കാരെ എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കിനും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവരെ ഒക്കെ ദൈവം പിടിവിക്കണായി പാമ്പുവെടികളോട്ട് മടങ്ങുമെന്ന് മാനസാന്തര ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് സ്വതം ഹല്ലേലൂയ. ക്ഷീരമേഖലയും കാർഷിക മേഖലയായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സകല താഴ്വിധി വിട്ട് മടങ്ങി വരട്ടെ കർത്താവ്. സകല അശുദ്ധി വിട്ട് ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണം. അങ്ങനെ കാകളം ഒരുക്കാൻ സമയമായി യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് ഈ പാപത്തിന് ചെളിക്കുട്ടി വീണ് കിടക്കുന്ന, ശാപത്തിന് ചെളിക്കുട്ടി വീണ് കിടക്കുന്ന, അന്യായ വേനൽ വീണ് കിടക്കുന്ന, സാത്താന്റെ കയ്യിൽ അകപ്പെട്ട് സാത്താന്റെ ആരാധന വീണ് കിടക്കുന്ന ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന് യേശുക്രിസ്തു സ്വതന്ത്രമായി തീരുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്കിനെ പ്രാപിച്ചുകൊണ്ട് ഇരട്ടി പ്രതിഫലം വാങ്ങി കർത്താവിന് വേണ്ടി അന്ത്യത്തോടെ നിൽപ്പാൻ പ്രത്യാശയുള്ള വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന, നൊമ്പരപ്പെട്ട് ഭാരം അനുഭവിക്കുന്ന, ജോലിയിലാവാതെ, സാങ്കേതിക നാട്ടിലെ കടകൾ കഴിയാതെ വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, മണ്ണാസിലായിരിക്കുന്ന വാർത്തക ശ്രീനിവാസ കർത്താവ് ഹോസ്പിറ്റലിൽ വളരെ മരകം അനുഭവിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ എല്ലാവരും കടലിൽ ആശ്വാസം കൊടുക്കണം, സകല മുഖത്ത് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.